ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നിരവധി ബദൽ നിലപാടുകൾ ഉയർന്നു. പണമുള്ളവർക്ക് മാത്രം ചികിത്സ മതിയെന്ന നവ ഉദാരവൽക്കരണ നയത്തിന് ബദലായി പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തി അതിന് കൂടുതൽ ഫണ്ടുകൾ സംസ്ഥാന ബഡ്ജറ്റിൽ വിനിയോഗിച്ച് കിഫ്ബി സംവിധാനം വഴി പുതിയ സാധ്യതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളം ഒരു ബദലായി. ഇത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സേവന മേഖലകളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. മതവർഗീയതക്കെതിരെ നേറ്റിവിറ്റി കാർഡ് എന്ന ആൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ സാധിച്ചു. ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിക്ക് അഭിമാനത്തോടെ എൻ്റെ നാട് കേരളമാണെന്ന് പറയാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ എന്ത് കരിനിയമങ്ങൾ കൊണ്ടുവന്നാലും, ഇന്ത്യയിൽ എന്ത് ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ കേന്ദ്ര സർക്കാർ BJPയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും മലയാളിക്ക് ഈ മണ്ണിൽ ഇനിയും ജീവിക്കാമെന്നുള്ളതിന്റെ പ്രതിരോധമായി നേറ്റിവിറ്റി കാർഡ് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടെ ഏതൊരു മലയാളിക്ക് പറയാൻ സാധിക്കും. അതൊരു ബദൽ പ്രവർത്തനമാണ്. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലോ അതിന് സാധിക്കുന്നില്ല? പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇന്ത്യയിൽ ആദ്യമായി ഇറക്കിയ സംസ്ഥാനത്തിന്റെ പേര് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്നുള്ളത് തന്നെ. എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലോ ഇതിന് പറ്റുന്നില്ല? അവിടെയാണ് ഈ നുസൂർമാർ ഇതിൽ നിരാശരാകുന്നത്. ഒരു ബദലാകാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. നവ ഉദാരവൽക്കരണ നയത്തിനോ മതവർഗീയതക്കോ ഒരു ബദലാകാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വിട്ട് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം തെരഞ്ഞെടുക്കാൻ നുസൂർമാർ ഈ കേരളത്തിൽ തയ്യാറാകുന്നത്. കേരളത്തിൽ രാത്രി ഉറങ്ങാൻ നേരം, ഇന്ത്യയിൽ രാത്രി ഉറങ്ങാൻ നേരം നമ്മളോട് ഗുഡ് നൈറ്റ് പറയുമ്പോൾ കോൺഗ്രസ് ആയ മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ BJP ആയതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതൊന്നും ഇവിടെ പേര് നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 1.5 മണിക്കൂർ എടുത്താലും പറഞ്ഞു തീർക്കാൻ മാത്രം പേരുകളുണ്ട്. ശിവൻ ഇവിടെ വളരെ വിശദമായി അത്തരം കാര്യങ്ങൾ പറയും. എന്നാൽ കോൺഗ്രസിൽ നിന്നും BJPക്കെതിരെ മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വെള്ളം ചേർക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് CPIM പോലുള്ള പ്രസ്ഥാനത്തെ തെരഞ്ഞെടുക്കാൻ ഇതുപോലുള്ള നിരവധി നുസൂർമാർ തയ്യാറാകുന്നു എന്നുള്ളത് ആവേശകരമായ അനുഭവമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഇയാളെ ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരും. മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടം കേവലം വാചക കസർത്തായിട്ടാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും കോൺഗ്രസ് നേതൃത്വവും കാണുന്നത്. എന്നാൽ മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തി ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന സഖാക്കളാണ് CPIMന്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാനായി. അതാണ് പ്രത്യേകത. ആ പ്രത്യേകത നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ടതിന് ശേഷമുള്ള ഈ കാലം പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ആന്റി മാർക്സിസ്റ്റ് CPIM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധരല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരല്ല, CPIM വിരുദ്ധം, CPIMനെതിരെ എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യാൻ ഒന്നിപ്പിക്കാനുള്ള ഒരു ശക്തികൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലം ഭരിച്ച് 2021 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തിരുത്തലുകൾ വരുത്തി ഒരു തുടർ ഭരണം CPIMന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഉണ്ടായ ഗവൺമെന്റ് വന്ന അന്ന് മുതൽ ഈ ഗവൺമെന്റിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചു വന്നത്. മാർക്സിസ്റ്റ് വിരുദ്ധർ ആരാണോ CPIMന്റെ പ്രതീകമായി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് അവരെ കഥ കഴിക്കാനാണ് എല്ലാ കാലത്തും ശ്രമിച്ചത്. 1998 മുതൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായും മുഖ്യമന്ത്രിയുമായൊക്കെയായി കഴിഞ്ഞ 28 കൊല്ലം പ്രവർത്തിച്ച സഖാവ് പിണറായി വിജയനോടുള്ള വിരോധം മാർക്സിസ്റ്റ് വിരുദ്ധർക്ക് ഉണ്ടാകുന്നതിന് കാരണവും ഇതാണ്. അല്ലാതെ പിണറായി വിജയനുമായി എന്തെങ്കിലും സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിപരമായ വിരോധമല്ല. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന
തന്റെ ഓരോ ചലനവും CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി ആരാണോ അവരെ ആക്രമിക്കുക. നേരത്തെ സഖാവ് VS നെ, സഖാവ് EK നായനാരെ, സഖാവ് EMS നെ, സഖാവ് AKG ഒക്കെ തന്നെ ആക്രമിച്ചതുപോലെ ഇന്ന് സഖാവ് പിണറായി വിജയനെ ആക്രമിക്കും. 28 കൊല്ലം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാലമല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് മുഖ്യമന്ത്രിയായ ഈ കാലം മുഴുവൻ ഒരു ദയയും കാണിക്കാതെ ആക്രമിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ കേരളത്തിൽ നിലനിൽക്കുന്ന CPIM വിരുദ്ധതയാണ്. ആ CPIM വിരുദ്ധത എല്ലാ കാലത്തും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. CPIM വിരുദ്ധത, കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധത മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്ത് നല്ലതിനെയും വിമർശിക്കുക എന്നുള്ള സമീപനമാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് CPIM മുന്നോട്ട് പോകുന്ന നിലയാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. 29-ാം തീയതി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ ഇനി പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. എക്സിറ്റ് പോളുകൾ സ്വാഭാവികമായും എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. 2021 ചില എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. 2021 ചില എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ 5 കൊല്ലം ഞാൻ മന്ത്രി പോയിട്ട് MLA പോലും ആയില്ലായിരുന്നു. ബേപ്പൂരിൽ UDF വിജയിക്കുമെന്നായിരുന്നു അന്ന് എക്സിറ്റ് പോൾ ഫലം. എല്ലാ കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റിനെ നയിക്കുന്ന CPIM-നെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് CPIM ശക്തമായി മുന്നോട്ട് പോകുന്ന കാലമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മതവർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന CPIM-നെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം പൊതുവെ മതനിരപേക്ഷ മനസ്സുകളിലാകെ ഉയർന്നു വരികയാണ്. അങ്ങനെ ഒരു കാലമാണ് ഇനി ഭാവി വരാൻ വേണ്ടി പോകുന്നത്. മതനിരപേക്ഷ മനസ്സുകളാകെ CPIM-നോടൊപ്പം അതിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം അടുക്കുന്ന ഒരു കാലമാണ് ഇനി കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. BJP-ക്കെതിരെ, മറ്റു മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ, ഇരു മതവർഗീയ നിലപാടുകൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന CPIM-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകം നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അവിടെ നുസൂറിനെ പോലെയുള്ളവർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഏറെ ആവേശകരമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സഖാവ് ശിവപ്രസാദ് വളരെ വിശദമായി ഇവിടെ കാര്യങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.